നമസ്കാരം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂടുയരുന്നതിനിടെ ആർക്കാണ് വർഗീയ ബന്ധം എന്നതിൽ തർക്കം. വെൽഫെയർ പാർട്ടി UDF-നും PDP LDF-നും പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ കനക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന UDF വർഗീയ മുന്നണിയാണെന്ന് ആരോപിക്കുന്ന CPM-ന് PDP പീഡിത ജനവിഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്ന് വാദിക്കുന്ന UDF അവർ LDF-നെ പിന്തുണച്ചപ്പോഴൊക്കെ മതനിരപേക്ഷവാദികളാണല്ലോ എന്ന് പരിഹസിക്കുകയും ചെയ്തു. അതിനിടെ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതും വിവാദമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുന്നവരെ ഇറക്കി വിടാനാകില്ലല്ലോ എന്നാണ് A. വിജയരാഘവൻ CPM PB അംഗം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. വിവിധ സംഘടനകൾ ആരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പ് ആകുമ്പോഴേക്ക് മുഖ്യ ചർച്ചാ വിഷയമായി മാറുമ്പോൾ ഇന്നത്തെ അതിഥികളായി ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസ്, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ ശങ്കുട്ടി ദാസ് BJP, ശ്രീ സജിദ് ഖാലിദ് വെൽഫെയർ പാർട്ടി എന്നിവർ. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, UDF-ലെ അസോസിയേറ്റ് ഘടകകക്ഷിയാകണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ ആഗ്രഹം. വെൽഫെയർ പാർട്ടി വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി ആണ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെ മതരാഷ്ട്രവാദമൊന്നുമില്ലല്ലോ എന്ന് UDF ചെയർമാൻ VD സതീശൻ തന്നെ പ്രഖ്യാപിക്കുന്നതും സർട്ടിഫൈ ചെയ്യുന്നതും നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരം സംഘടനകളുടെയൊക്കെ പിന്തുണ സുസ്വാഗതം എന്നുള്ളതാണോ നിലപാട്? അഭിലാഷ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത UDF-നുണ്ട്. അപ്പോൾ കഴിയാവുന്നത്ര ഈ സർക്കാരിനെതിരെ നിൽക്കുന്ന ആളുകൾ, ഇവിടെ വോട്ടുള്ള എല്ലാ ആളുകളും, എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും UDF-മായി സഹകരിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. UDF-ന് പിന്തുണ കൊടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത്, കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-നും മാത്രമാണ് എന്ന് അവർക്ക് കൂടി ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ പിന്തുണ നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് രാജ്യത്തും കേരളത്തിലും അത്യാവശ്യമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റത്തെ തീവ്രവാദ നിലപാടുള്ള, അങ്ങേയറ്റത്തെ വർഗീയ നിലപാടുള്ളത് എന്ന് നേരത്തെ CPM ആരോപിച്ചിരുന്ന ആളുകളുമായിട്ട് തന്നെയാണല്ലോ അവർ കൂട്ടുചേർന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ നിങ്ങൾ നിലപാട് പരിശോധിക്കുമ്പോൾ പൂർവ്വകാലങ്ങളിൽ പലപ്പോഴും CPM-ഉമായിട്ട് സഖ്യം ചേർന്നതും CPM തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ 96-ൽ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതി ജമാഅത്തെ ഇസ്ലാമി CPM-നെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയവരാണ് CPM. അതുപോലെ തന്നെ ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറുമായിട്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി 2011 വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് മുതലാണ് CPM-ന് ജമാഅത്തെ ഇസ്ലാമി അസ്പൃശ്യരായത്? അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുകയും തങ്ങൾക്ക് കിട്ടാത്ത സമയത്ത് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നുള്ളത് പോലെ അത് തള്ളിപ്പറയുകയും ചെയ്യുക എന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ, കേന്ദ്രത്തിലെ മോദി സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുള്ള ആളുകൾ UDF-നെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അല്ല, അവിടെ ശ്രീ സന്ദീപ് വാര്യർ, ശരിയാണ്, ജമാഅത്തെ ഇസ്ലാമി വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായ സമീപനം സ്വീകരിച്ച കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ശക്തനായ ഒരു വിമർശകനാണ്. അദ്ദേഹം 2016 ഓഗസ്റ്റ് 6-ാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖകനാണ്. മതേതര ജനാധിപത്യം വേണ്ടത് മതഭരണകൂടമല്ല, മതേതര ജനാധിപത്യം എന്ന ലേഖനം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ ഇഴകീറി പരിശോധിക്കുന്ന, അവരുടെ ടെക്സ്റ്റുകളെയൊക്കെ ഇഴകീറി പരിശോധിക്കുന്ന വളരെ വിശദമായ ഒരു ലേഖനമായിരുന്നു. അക്കാലത്ത് വലിയ തോതിൽ ചർച്ചയായതാണ്. എങ്ങനെയാണ് ജനാധിപത്യത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മൗദൂദിസ്റ്റ് പ്രത്യയശാസ്ത്രവും നിരാകരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ എതിർക്കേണ്ടത് എന്ന് വാദിച്ച ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നു. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വോട്ട് പിടിക്കുന്നു. ആ വോട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഹലാലാണെന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നു. അപ്പോൾ ഒരു കാലത്ത് ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്ന ആളുകളാണ് ഇക്കൂട്ടർ എന്ന് വിമർശിച്ച അതേ ആൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പിന്തുണ സ്വീകരിക്കുമ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇതെന്ത് കൂത്താണെന്ന് തോന്നില്ലേ? അങ്ങനെയല്ലല്ലോ അഭിലാഷ്. ഇപ്പൊ ഒരു കാലത്ത് ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പിന്നീട് അവർ ജനാധിപത്യത്തെ സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ?
സ്വാഭാവികമായിട്ടും ഒരു കാലത്ത് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ വിമർശിച്ചിട്ടുണ്ടാവാം. അത് സ്വാഭാവികമാണല്ലോ. അത് നമ്മുടെ രാജ്യത്ത് 10, 15, 20 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ലോ ഇപ്പോൾ ഉള്ളത്. അത് പിന്നീട് നിലപാടുകൾ മാറ്റുകയും ജനാധിപത്യത്തിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തവർ, അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ പലപ്പോഴും വിമർശന വിധേയരായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത ആരും നിരാകരിക്കുന്നൊന്നുമില്ല. പക്ഷേ മാറിയ സാഹചര്യത്തിൽ, രാജ്യത്തെ മാറിയ സാഹചര്യത്തിൽ, മതനിരപേക്ഷ ശക്തികളുടെ ഏകോപനം ആവശ്യമുള്ള സാഹചര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ഒരേ തരത്തിലുള്ള വർഗീയ നിലപാടുമായി CPM-ഉം BJP-യും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതേതര ശക്തികളുടെ ഒരു തിരിച്ചുവരവ് രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ UDF-ന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ ഒരിക്കലും തിരസ്കരിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. 1. 2, ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എല്ലാ സമയത്തും വാങ്ങിയിട്ടുള്ള CPM, അവരുമായിട്ട് എല്ലാ കാലത്തും ചർച്ച നടത്തിയിട്ടുള്ള CPM ഇപ്പൊ എങ്ങനെയാണ് അവരെ അസ്പൃശ്യരായിട്ട് പ്രഖ്യാപിക്കുന്നത്? അത് ഏത് പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ അതൊന്നും ആ രീതിയിലൊന്നും ആളുകളെ ജനാധിപത്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. എന്തായാലും UDF-ന്റെ വിജയം ഉറപ്പിച്ചതോടുകൂടി CPM-ന് കുറച്ച് ആശങ്ക ഉണ്ടായിട്ടുണ്ട്. എന്നാലും CPM-ന് ഇന്നിപ്പോ ഹിന്ദു മഹാസഭയുടേതും അതുപോലെ തന്നെ PDP-യുടെയും ഒക്കെ പിന്തുണട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ അവരെ ന്യായീകരണം പറയട്ടെ. ശരി, വരാം. CPM-ന്റെ പ്രതിനിധി ശ്രീ KS അരുൺകുമാർ 2 മിനിറ്റിനുള്ളിൽ പങ്കെടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം എത്താൻ താമസിക്കുകയാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP ബന്ധമാർക്ക് എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ മുഖ്യ വിവാദ വിഷയമായി വരാറ്. എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ നിങ്ങൾ അത്ര പ്രധാനപ്പെട്ട ശക്തിയല്ല, സ്റ്റേക്ക് ഹോൾഡർ അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ, വെൽഫെയർ പാർട്ടിയുടെ വോട്ട്, PDP-യുടെ വോട്ട്, ഇനിയിപ്പോൾ ഹിന്ദു മഹാസഭയുടെ വോട്ട്. ഹിന്ദു മഹാസഭയ്ക്ക് വോട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഹിന്ദു മഹാസഭയുടെ തലക്കെട്ട് കെട്ടിയ ഒരു ചങ്ങാതി ഒക്കെയുടെ ഫോട്ടോയൊക്കെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മുഖ്യ ചർച്ചാ വിഷയം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കോണ്ടെക്സ്റ്റിൽ നിന്ന് ഔട്ടായോ? നോക്കൂ, യഥാർത്ഥത്തിൽ രണ്ട് മുന്നണികളും അവരുടെ തനിനിറം പ്രദർശിപ്പിച്ചതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും മതനിരപേക്ഷ മൂല്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഏക വോട്ട് BJP-ക്ക് മാത്രമായി മാറിയിരിക്കുകയാണ്. കാരണം മറ്റ് രണ്ട് കൂട്ടരും തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതു മതവർഗീയ പ്രസ്ഥാനത്തോടും വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ CPM PDP-യുമായിട്ടും ഹിന്ദു മഹാസഭയുമായിട്ടും സഖ്യം ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ട്. ഇതിൽ ആരാണ് മോശം, ആരാണ് നല്ലത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇല്ല. ഗുഡ് കമ്മ്യൂണലിസം, ബാഡ് കമ്മ്യൂണലിസം. നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വർഗീയ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ അവർ നല്ല വർഗീയ ശക്തികളും, നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സമയത്ത് അവർ മോശം വർഗീയ ശക്തികളൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി എന്താണ്? മൗലാന മൗദൂദിയുടെ ഹുക്കുമത്തെ ഇലാഹി, ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദീനിന്റെ സംസ്ഥാപനം, ദീനിന്റെ പ്രബോധനം എന്നത് ഈ പറയുന്ന 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യയുടെ നേതൃത്വം കൊടുത്തത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്ന് വ്യക്തമായതിനു ശേഷം ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സമയത്താണ് അവരുടെ പ്രഖ്യാപിത ആശയമായിട്ടുള്ള ഹുക്കുമത്ത് ഇലാഹി എന്നത് മാറ്റിയിട്ട് ദീനിന്റെ പ്രബോധനം മാത്രമേ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ താത്വികാചാരനായിട്ടുള്ള മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ജനാധിപത്യത്തെയോ മതേതരത്വത്തെയോ അംഗീകരിക്കാൻ സാധിക്കില്ല, ഭരണഘടനകളെ പോലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഭരണഘടനയ്ക്ക് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ള ദൗർബല്യമുണ്ട്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമത്തെയും നമുക്ക് അനുസരിക്കാൻ സാധ്യമല്ല. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ശരിയായ നിയമത്തെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. മതേതരത്വം എന്നത് അശ്ലീലമായിട്ടുള്ള സങ്കല്പമാണ്, ജനാധിപത്യം എന്ന് പറയുന്നത് ഹീനമായിട്ടുള്ള സങ്കല്പമാണ് എന്നെല്ലാം വളരെ വ്യക്തമാക്കിയിട്ടുള്ള മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അവരുടെ ആശയത്തിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നു. മൗലാന മൗദൂദി അവർ തള്ളി പറയുന്നുണ്ടോ? അവരുടെ സ്ഥാപകനായിട്ടുള്ള മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതല്ലെന്നും അതുകൊണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ടോ? അത് പറയുന്നില്ല. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗങ്ങൾ തന്നെയല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ, അവിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള കലാപം നയിച്ചത് ആരാണ്? പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെ സിയാഉൽ ഹക്കിന്റെ പട്ടാള ഭരണം ഉണ്ടായ സമയത്ത് അവിടെ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ നയിച്ചത് ആരാണ്? ഇതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരുടെ ഇന്റലക്ച്വൽ വിങ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നാളെ വീണ്ടും ഹുക്കുമത്ത് ഇലാഹിയിലേക്ക് വരാം.
PDP ഇപ്പോൾ പറയുന്നു പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മനുഷ്യരും പീഡിതരായിരിക്കരുത്. അങ്ങനെ ആരും പീഡയും സഹനവും അനുഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തലാണല്ലോ സർക്കാരുകളുടെ ഉത്തരവാദിത്തം. 10 കൊല്ലമായിട്ട് LDF ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു വിഭാഗം ഇപ്പോഴും പീഡിതരായി തുടരുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവർ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ള മനസ്താപം വന്നിട്ടുള്ള മാനസാന്തരം വന്നിട്ടുള്ള മനുഷ്യരായത്? ഇവർ ഈ പറയുന്ന PDPയുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും കുറ്റകൃത്യത്തിന് അവരതിനെ തള്ളിപ്പറയുകയോ അതിനെ എതിർത്ത് പറയുകയോ ചെയ്തിട്ടുണ്ടോ? 1989 അബ്ദുൾ നാസർ മദനി സ്ഥാപിക്കുന്ന ISS എന്ന് പറയുന്ന ഇസ്ലാമിക് സേവാ സംഘ് RSSന് ബദലായി മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനവും കായിക പരിശീലനവും കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക് സേവാ സംഘാണ് 1992 പൂന്തുറ കലാപം സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വർഗീയ കലാപം, നാദാപുരം കലാപവും തലശ്ശേരി കലാപവും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ ഉണ്ടെന്നെങ്കിലും പരിഗണിക്കാം. അത് മാറ്റി നിർത്തിയാൽ മതാടിസ്ഥാനത്തിൽ ആളുകൾ ഏറ്റുമുട്ടുന്ന ഒരു വർഗീയ കലാപം പൂന്തുറ കലാപം സംഘടിപ്പിക്കുന്ന ISS ആണ്. ആ ISS നിരോധിക്കപ്പെട്ടതിന് ശേഷമാണ് 1993 പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പേരിൽ PDP സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് 1998 കോയമ്പത്തൂർ ബ്ലാസ്റ്റ്, LK അദ്വാനി പങ്കെടുക്കുന്ന 12 വേദികളിൽ ബോംബ് സ്ഫോടനം നടത്തി 58 പേരെ കൊന്നു കളഞ്ഞിട്ടുള്ള കോയമ്പത്തൂർ ബ്ലാസ്റ്റ്, അതിലെ മുഖ്യപ്രതിയായിട്ട് 9 കൊല്ലം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് അബ്ദുൾ നാസർ മദനി. ശരി, അതിൽ അല്ലുമ എന്ന സംഘടനയാണ് പ്രതിയാക്കപ്പെട്ടത്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയില്ലേ മദനിയെ? 9.5 കൊല്ലത്തെ വിചാരണ കാലയളവ് ജയിൽവാസമായി തന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇനി ഈ കേസിൽ ശിക്ഷിച്ചാൽ പോലും അതിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷ ഇതിനോടകം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയോടെ മോചിപ്പിക്കുന്നത്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളല്ലേ? ബാംഗ്ലൂർ ബ്ലാസ്റ്റിലും അദ്ദേഹത്തെ ഞാനതിലൊരു ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ 2021 അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ശരത് ചന്ദ്ര ബോബ്ഡെ പറഞ്ഞത് എ ഡേഞ്ചറസ് മാൻ ഈസ് സീക്കിംഗ് റിലീഫ് ഓൺ ബെയിൽ കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞത്. ഒരു അപകടകാരിയായിട്ടുള്ള മനുഷ്യൻ വീണ്ടും തന്റെ ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ചോദിച്ചു വരികയാണ്, അത് കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന്. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ പരമോന്നത ന്യായാധിപൻ തന്നെ അപകടകാരിയായിട്ടുള്ള മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല റെക്കോർഡ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദുൾ നാസർ മദനിയെ ജയിൽ മോചിതനാക്കാൻ വേണ്ടിയിട്ടാണ് 2005 കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം ഉണ്ടായത്. ഈ കളമശ്ശേരി ബസ് സംഭവമാണ് കേരളത്തിൽ ആദ്യമായിട്ട് NIA അന്വേഷിച്ചിട്ടുള്ള തീവ്രവാദ കേസ്. അതിനു മുമ്പ് കേരളത്തിൽ NIA കേസ് അന്വേഷിച്ചിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഒരു തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ്സിനെ തോക്കുകളുമായി കയറി ചെന്നിട്ട് ഡ്രൈവറുടെ തലയിൽ തോക്ക് വെച്ച് ബസ് റാഞ്ചി എടുത്തുകൊണ്ട് ആ ബസ് കത്തിച്ച് കളഞ്ഞിട്ടുള്ള സംഭവമാണത്. അതിൻ്റെ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തടിയൻ്റെ നസീറിനെ അറസ്റ്റ് ചെയ്ത് വിടുന്നല്ല കേട്ടോ. അയാളെ അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിലേക്ക് കടന്നപ്പോൾ ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികളാണ് അറസ്റ്റ് ചെയ്തത്. മേഘാലയ ബോർഡറിലാണ് ഇന്ത്യക്ക് കൈമാറിയത്. ആ മേഘാലയ ബോർഡറിൽ വെച്ച് കൈമാറിയിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന തടിയൻ്റെ നസീർ, അയാൾ ഭീകരപ്രവർത്തനത്തിലേക്ക് വന്നത് ISSലൂടെയാണ്, അബ്ദുൾ നാസർ മദനിയുടെ ഇൻഡോക്ട്രിനേഷനിലൂടെയാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ സൂഫിയ മദനി, കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ മദനിയുടെ ഭാര്യയും പ്രതിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിന് ഏതെങ്കിലും ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ? 2008 ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിനെ ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കോയമ്പത്തൂർ ബ്ലാസ്റ്റിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പൂന്തുറ കലാപത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? വർഗീയ പ്രചരണങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ പേരിൽ നാട്ടിൽ നടത്തിയിട്ടുള്ള സംഘർഷങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ 1998 അബ്ദുൾ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്നത് EK നായനാരുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ്. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിന് ഇവിടെ EK നായനാർ, അത് ജേക്കബ് തോമസ് ആയിരുന്നു കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടെ കലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടേക്ക് രാത്രി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൈമാറുകയാണ് ചെയ്യുന്നത്. അത് തന്റെ സർക്കാരിന്റെ അഭിമാന നേട്ടമാണെന്നാണ് EK നായനാർ പറഞ്ഞത്. ഒരു ഭീകരവാദി അത്രയും കാര്യക്ഷമമായി പിടിക്കാൻ സാധിച്ചത്. അതിന്റെ വിരോധത്തിൽ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ കൊടുക്കുകയാണ് PDP ചെയ്തത്. ഇടതുപക്ഷം തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് PDP ഭീകരവാദ സംഘടനയാണെന്നും അബ്ദുൾ നാസർ മദനി തീവ്രവാദിയാണെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്. പിന്നീട് എങ്ങനെയാണ് 2006 ശേഷം പെട്ടെന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരായത്? തീർച്ചയായും മാറി രണ്ട് വിഭാഗങ്ങളും രണ്ട് പാർട്ടികളും വ്യത്യസ്ത മുന്നണികളെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു വസ്തുതയാണ്. ശ്രീ അരുൺകുമാർ, PDPയുടെ കാര്യം ഞാൻ ചോദിക്കാം. അതിനുമുമ്പ് ഈ അഖില ഭാരത ഹിന്ദു മഹാസഭ എങ്ങനെയാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന് പിന്തുണയും പ്രഖ്യാപിച്ച് വിജയരാഘവന്റെ കൂടെ ഫോട്ടോയും എടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്? ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുക്കുമ്പം നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിക്ക് ഒരു 2500 വോട്ടെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ സ്വന്തം മണ്ഡലമാണ്. അപ്പോൾ അവർക്കൊരു 2500-3000 വോട്ടിൽ സ്വാധീനമുണ്ടെന്നെങ്കിൽ വെക്കാം. ഈ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് 5 വോട്ട് പിടിക്കാൻ കഴിയുമോ? പിന്നെ ഇവരെങ്ങനെയാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന് ഈ മറ്റേ ചുവന്ന ഓറഞ്ച് യൂണിഫോം ഇട്ട് തലക്കെട്ടും കെട്ടി പോളിറ്റ് ബ്യൂറോ അംഗം
എ വിജയരാഘവന്റെ കൂടെ ഫോട്ടോയും എടുത്ത് ഞങ്ങളിതാ LDF-നെ പിന്തുണയ്ക്കുകയാണെന്ന് പറഞ്ഞു പോകുന്നു. അപ്പോഴേ തള്ളണ്ടേ? അത് നിരാകരിക്കാൻ പോലുള്ള ആർജവം എന്തുകൊണ്ടാണ് LDF-ന് ഇല്ലാതായി പോകുന്നത്? അല്ല, അങ്ങനെ ഒരു സഭയുണ്ടോ? അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്നൊരു സഭയുണ്ടോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇല്ലേ? അപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ പല ആരോപണം വരും. ഞങ്ങളത് കൃത്യമായിട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് എന്തൊക്കെ ആരോപണമാണ് ഓരോ ദിവസം വരിക എന്ന്. അങ്ങേക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യമുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആ മണ്ഡലത്തിൽ പോയി ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ താങ്കൾ. അതുകൊണ്ട് ഏറ്റവും ആദ്യം OLX-ൽ തുടങ്ങിയ അന്വേഷണം അങ്ങ് വന്ന് ഇപ്പോൾ ഒരു കുട്ടി മരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് അർദ്ധരാത്രി മുതൽ ഇന്ന് UDF പരസ്യമായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തേടുകയും അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഒരു ഹിന്ദു മഹാസഭയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പലരും വരും, ഫോട്ടോ എടുക്കും. ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയ കക്ഷികളുടെയും വോട്ട് വേണ്ട എന്ന് എനിക്ക് മനസ്സിലായില്ല പറയുന്നവരാണ് ഞങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുന്നവരുടെ കൂടെ ഒക്കെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഫോട്ടോ എടുക്കുവോ? അതിനുശേഷം അവർ വാർത്താ സമ്മേളനത്തിലല്ലേ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപാനന്ദും പിന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രകാശനും കൂടിയാണ് വാർത്താ സമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചത്. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ആരാ ഈ സ്വാമിയെ പറ്റിയെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താ പേര് പറഞ്ഞേ? സ്വാമി ദത്താത്രേയ സായി സ്വരൂപാനന്ദ. അതെ, ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള പല നമ്പറുകളും വരും. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കുന്നവരെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ, അത് ലക്ഷ്യമായിട്ട് നടക്കുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും വോട്ട് വേണ്ട. ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞു, ഈ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഏത്? ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു, വെൽഫെയർ പാർട്ടിക്ക് മാറ്റം വന്നിരിക്കുന്നു. എന്തു മാറ്റമാണ് വന്നിരിക്കുന്നത്? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ തന്നെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞ്? മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യയിലെ രൂപമാണ് അവരെന്നും അതുപോലെ ISIS-ഉം മറ്റ് ഇതുപോലെ നിരോധിത സംഘടനകളെല്ലാം ആവേശം ഉൾക്കൊള്ളുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കന്മാരുടെ ആശയങ്ങളിൽ നിന്നാണെന്നും കൃത്യമായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞ വീഡിയോസ് നിരവധിയുണ്ട്. അപ്പൊ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നു എന്ന് പറയുന്നത് എവിടെയാണ് മാറ്റം വന്നത്? ഇപ്പോഴും മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവരാണ്. കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനുവേണ്ടി വിനിയോഗിക്കുന്നവരാണ് എന്ന് പകൽ പോലെ നമുക്ക് വ്യക്തമാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ഞാൻ പറയാം, പറഞ്ഞു തീർത്തോളൂ, എന്നിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ഇത്തരം വർഗീയ ശക്തികളുടെ കൂട്ടുവേണം, വലിയ പിന്തുണ വേണം. അങ്ങനെ കിട്ടിയാലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങേക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ CPM-ന് കിട്ടിയ സീറ്റ് അത് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ 3 ഇരട്ടിയാണ്. 2016 ആ തെരഞ്ഞെടുപ്പിലും കൃത്യമായി പരിശോധിച്ചാൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ 3 ഇരട്ടി CPM-ന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള CPM-നാണ് 2 എണ്ണം വർധനവ്. അതിനു മുമ്പ് 2006 തെരഞ്ഞെടുപ്പ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2006 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടുന്ന സീറ്റ് CPM-ന് ആ കോൺഗ്രസിന്റെ സീറ്റിന്റെ 3 ഇരട്ടിയുണ്ട്. 2000-ന് ശേഷം കൃത്യമായി വലിയ രാഷ്ട്രീയ വ്യത്യാസം. 2001 ആ AK ആന്റണിയുടെ ഭരണത്തിന് ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പുകളിലും വലിയ വ്യത്യാസമാണ് കോൺഗ്രസും CPM-ഉം. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ മതത്തിന്റെ പേരിൽ രാഷ്ട്രം നിർമ്മിക്കാൻ നടക്കുന്നവരുടെ പിന്തുണയും വേണം. പരസ്യമായിട്ട് ആ പിന്തുണ നേടും. പരസ്യമായിട്ട് പിന്തുണ നേടിയിരിക്കുന്നു. ശരി, ഇപ്പോ താങ്കൾ പറഞ്ഞ ഒരു ടൈം ലൈൻ തന്നെ എടുക്കാം. ഇപ്പൊ 2000-ന് ശേഷം തന്നെ എടുക്കൂ. 2000-ന് ശേഷം ഇപ്പോൾ 2001 തെരഞ്ഞെടുപ്പിൽ PDP UDF-നെ പിന്തുണച്ചു. അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഭീകര കക്ഷിയായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമി ആരെയാണ് പിന്തുണച്ചത്? LDF-നെയാണ് പിന്തുണച്ചത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDF-നെയാണ് പിന്തുണച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി LDF-നെയാണ് പിന്തുണച്ചത്. അന്നത്തെ അമീർ ആരിഫ് അലിയും CPM നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചു. അന്ന് പിണറായി വിജയൻ കണ്ണൂരിലോ ചാഞ്ഞടിച്ചു. ഒരു സംഘടനയുടെ നേതാക്കൾ ഞങ്ങളെ കാണാൻ വന്നു എന്ന് കരുതി അവർ തീവ്രവാദികളാകുമോ? എന്താണ് കോൺഗ്രസിന് ഉള്ള നിലപാട് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇപ്പോഴും പഴയ ഫയല് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏതാണ്ട് ഇതേ ചോദ്യം തോമസ് ഐസക് അന്ന് ഉന്നയിച്ചു. 2011 വരെ നിങ്ങളെ പിന്തുണച്ചിരുന്ന വിഭാഗമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അത് കഴിഞ്ഞ് അവർ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മുമ്പ് എതിർപക്ഷത്തായിരുന്ന PDP 2009 മുതൽ പിന്തുണയ്ക്കുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ സ്വരാജിന്റെ പടവും
പദവും മദനിയുടെ പദവും ഒരുമിച്ച് പോസ്റ്ററിൽ വരുന്നത് നമ്മൾ കാണുന്നു. ഇതിപ്പോൾ തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ഈ ആളുകളുടെ പിന്തുണ. അപ്പോൾ പിന്തുണ കിട്ടുമ്പോഴൊക്കെ ഓക്കെ, അല്ലാത്തപ്പോൾ ഭീകരവാദം എന്നുള്ള നിലപാടാണ് നിങ്ങൾ രണ്ടു കൂട്ടരും എടുക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുക. ഇല്ലില്ല, ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് വ്യക്തമാണ്. ഇവിടെ ദേശാഭിമാനി എഴുതിയ എഡിറ്റോറിയലിൽ പോലും ഇത്തരത്തിൽ ഞങ്ങൾ മൂല്യം നോക്കി വോട്ട് ചെയ്യുമെന്ന് ഇതേ ജമാഅത്തെ ഇസ്ലാമി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഞങ്ങൾ എഴുതിയത് ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് തന്നെയാണ്. ഞങ്ങളുടെ നിലപാട് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നും ഇന്നും വ്യക്തമായിട്ട് തന്നെയാണ്. UDF വലിയ തരത്തിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചർച്ച ചെയ്യുന്നു. ഇല്ല, ഞങ്ങൾ പറയട്ടെ, കൃത്യമായിട്ട് വ്യക്തമാണ്. ഇപ്പോ പരസ്യമായി പിന്തുണ തേടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു മൂവ്മെന്റ് നടത്തണമെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളുടെ പരസ്യമായിട്ടുള്ള പിന്തുണ വേണം. ഒന്ന്, ഇവിടെ തന്നെ ഇപ്പൊ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിക്കാൻ പോയ സാഹചര്യത്തിലാണ് UDF-ന്റെ പ്രബല കക്ഷിയായ കേരള കോൺഗ്രസ് ജേക്കബിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി, അതിൽ ഒരാളായ ഇപ്പൊ മുൻ സെക്രട്ടറി എന്നൊക്കെ ഇവർ വിശേഷിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുമ്പോഴും പറഞ്ഞത് ഞാൻ നാളെ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുകയെന്ന്. അദ്ദേഹം പോയി BJP സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇവിടെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇത്തരത്തിൽ വർഗീയ കക്ഷികളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം വന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടത്തിലും വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇവർ നുണപ്രചരണവും വ്യാജപ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. വരുന്ന 3-4 ദിവസം എന്തൊക്കെ വരാൻ പോകുന്നു എന്നതിനെ കുറിച്ച് വളരെ ആശങ്കയോടെ ജനങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ശരി, ശ്രീ സജീദ് ഖാലിദ്, ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF-ന് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് UDF-ന് വേണ്ടി പ്രചാരണം നടത്താറുണ്ട്, വീട് കയറാറുണ്ട്, ക്യാമ്പയിൻ ചെയ്യാറുണ്ട്, നിലമ്പൂരിലും ചെയ്യുമായിരിക്കും. പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെ ഈ പിന്തുണ കൊടുത്താൽ മാത്രം മതിയോ? പിന്തുണ ഏകപക്ഷീയമായ പിന്തുണ എന്നുള്ളത് മാത്രമാണോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്കോമഡേഷൻ? മുന്നണിയിൽ ഔദ്യോഗിക അംഗത്വം കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ INL ഒക്കെ LDF-മായി സഹകരിച്ചപ്പോൾ ഒരു നീക്കുപോക്കെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് തിരികെ എന്തെങ്കിലും കിട്ടുമോ? 2019 മുതലല്ല വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിലപാട് പ്രഖ്യാപിക്കാൻ ആരംഭിച്ചത്. വെൽഫെയർ പാർട്ടി 2013 രൂപവൽക്കരിച്ചത്. അന്ന് മുതൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ചുള്ള സ്റ്റാൻഡുകളാണ് എടുക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ ഞങ്ങൾ M. വിജയകുമാറിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അന്നത്തെ LDF സ്ഥാനാർത്ഥി M. വിജയകുമാറിനെ പരസ്യമായി ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് പരസ്യമായിട്ടാണ്, രഹസ്യമായി ഒന്നും പിന്തുണ പ്രഖ്യാപിക്കാറില്ല. പരസ്യമായാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അന്ന് M. വിജയകുമാറിനെയാണ് പിന്തുണച്ചത്. അതിനുശേഷം 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF-മായി വ്യത്യസ്തമായ സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പ്രാദേശികമായ ധാരണ, അത് പ്രാദേശിക ധാരണയുണ്ട്, സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒറ്റ ധാരണയല്ല. പ്രാദേശികമായി നിരവധി പഞ്ചായത്തുകളിൽ ധാരണയുണ്ടാക്കി. ചില പഞ്ചായത്തുകളിൽ ഒന്നിച്ച് 5 വർഷം ഭരിക്കുകയും ചെയ്തു. മുക്കം മുനിസിപ്പാലിറ്റി അടക്കം നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾ ധാരണയുണ്ടാക്കി പരസ്പരം മത്സരിക്കുകയും ഒന്നിച്ച് ഭരിക്കുകയും ചെയ്തു 5 വർഷം. അതിനിടയിലാണ് 2016 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. 2016 പൊതു തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സ്വന്തമായി നിയമസഭയിൽ മത്സരിക്കുകയാണ്. ആ സമയത്തും ഇടതുപക്ഷവുമായി സഹകരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിൽക്കെ തന്നെ ഞങ്ങൾ സ്വന്തമായി മത്സരിക്കുകയാണ് 2016 ചെയ്തത്. അതിൽ തന്നെ ഞങ്ങൾ മത്സരിക്കാത്ത സീറ്റുകളിൽ BJP സാധ്യതയുള്ള സീറ്റുകളിൽ ഞങ്ങൾ വിജയസാധ്യതയുള്ള LDF സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വെൽഫെയർ പാർട്ടിയുടെ തന്നെ ദേശീയ നയനിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF-നെ പിന്തുണച്ചത്. അന്ന് മുതലാണ് LDF ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുക്കുന്നത്. എന്റെ ചോദ്യം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നിങ്ങൾ UDF-ന് വേണ്ടി വളരെ ആക്റ്റീവായി രംഗത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതിഫലമായി തിരിച്ചെന്തെങ്കിലും കിട്ടണ്ടേ? നിങ്ങളെ മുന്നണിയിലെടുക്കുകയോ ഭാഗിക അംഗമാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വെച്ചാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ പിന്തുണ. ഞങ്ങൾ പിന്തുണയ്ക്ക് ഉപാധി വെക്കാറില്ല.
സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കക്ഷികൾ പ്രാദേശികമായി ചിലപ്പോൾ നീക്കുപോക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2020 തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് UDF-ഉമായിട്ടാണ് അന്ന് പല സ്ഥലങ്ങളിൽ 2015 LDF-ഉമായി ഉണ്ടായതുപോലെ 2020 UDF-ഉമായിട്ടുണ്ടായിട്ടുണ്ട്. അത് 2019 UDF-ന് കൊടുത്ത പിന്തുണയുടെ ഒരു ഉപാധിയായിട്ടേ അല്ലായിരുന്നു. അത് പ്രാദേശികമായി അപ്പോൾ ഉണ്ടായ സഹകരണത്തിൻ്റെ പേരിൽ ഉണ്ടായി വന്നതാണ്. അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ന് പിന്തുണച്ചിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ന് പിന്തുണച്ചിട്ടില്ല. ഞങ്ങൾ മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ വെൽഫെയർ പാർട്ടീസ് ഓരോ സമയത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ടായത് നിലവിൽ 9 വർഷമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഭരണം മൂലം ഉണ്ടായിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമാനമായ സമീപനമാണല്ലോ എടുത്തത്. ഇപ്പോ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുമോ അതോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യാസമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അത് വെച്ചിട്ടല്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ടാണ് സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ UDF-ന് വോട്ട് ചെയ്തത്. ശരി, ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് UDF-ന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയാണോ അതോ UDF സംവിധാനത്തിന്റെ ഭാഗമായി അതിന്റെ ഒപ്പം എന്നുള്ളതാണോ? എന്ന് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള, അത് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള, നിരന്തരമായി അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള എതിരഭിപ്രായം സ്വാഭാവികമായും നിങ്ങളുടെ കേഡർമാർക്കിടയിലും കാണുമല്ലോ. ഇതെങ്ങനെയാണ് സിങ്ക് ചെയ്ത് പോവുക? ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള ക്രിറ്റിക്സും മറ്റു കാര്യങ്ങളുമൊക്കെ ജമാഅത്ത് നേതാക്കൾ പറയട്ടെ. അത് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. അത് ജമാഅത്ത് നേതാക്കളാണ് പറയേണ്ടത്, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളാണ് പറയേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിനിയോഗിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിനിയോഗം വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ കാരണമാണ്. അത് ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞതാണ്. കേരളത്തിൽ ഇടതുപക്ഷം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പോലീസ് നയം, വികസന കാര്യങ്ങളിലുള്ള കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിത്ത വികസന കാഴ്ചപ്പാടിലുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാട് എന്നുള്ള നിലയിൽ ഞങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്നു, LDF-നെ എതിർക്കുന്നു എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. വ്യക്തമാണ്. സന്ദീപ് വാര്യർ, കഴിഞ്ഞ 2 പതിറ്റാണ്ട് എടുത്താൽ ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഒക്കെ മാറി മാറി 2 മുന്നണികളെയും പിന്തുണച്ചിട്ടുണ്ട്, വസ്തുതയാണ്. പക്ഷെ ഇവിടെ നിലമ്പൂരിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ, ഘടകകക്ഷിയാകാൻ താല്പര്യപ്പെടുന്നുണ്ട് വെൽഫെയർ പാർട്ടി. ഇന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചത് ജമാഅത്തെ ഇസ്ലാമി UDF-ലെ അദൃശ്യ ഘടകകക്ഷിയാണ് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മുസ്ലിം ജനവിഭാഗത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രിയങ്കരായ വിഭാഗമല്ല. ഇന്നിപ്പോൾ റിസാല വാരികയിൽ, കാന്തപുരം വിഭാഗത്തിന്റെ റിസാല വാരികയിൽ UDF-നെതിരെ അവർക്ക് ഈ വിഷയത്തിൽ അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പിന്തുണച്ചാൽ വോട്ട് കിട്ടിയാൽ നല്ലത് എന്നുള്ളതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഫീസിബിൾ ആയിട്ടുള്ള കാര്യമാണോ UDF-നെ സംബന്ധിച്ച്? അല്ല, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ല. അതിനെക്കുറിച്ച് ഞാൻ അപ്പം മറുപടി പറയാം. ഇപ്പം അതിനെക്കുറിച്ച് മറുപടി വരേണ്ട സാഹചര്യമല്ല. ഇവിടെ CPM-ന്റെ പ്രതിനിധി നടത്തിയിട്ടുള്ള ഒരു ചാരിത്ര്യ പ്രസംഗമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്ര സംഘടന, അതല്ലെങ്കിൽ തൊട്ടുകൂടാത്ത സംഘടന, തീവ്ര നിലപാടുള്ള സംഘടന, ഇനി പറയാൻ ബാക്കിയൊന്നുമില്ലല്ലോ. പക്ഷേ ഈ കാണുന്ന ആളുകൾക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ചരിത്രബോധമില്ല, അതല്ലെങ്കിൽ ഓർമ്മശക്തി കുറവാണ് എന്ന് കരുതിയിട്ടാണോ ജയ്ക്ക് ഇതുപോലെ പറയുന്നത്? ജയ്ക്ക് 1996 ഏപ്രിൽ 22 ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഞാനൊന്ന് വായിച്ചു തരാം. അത് സോറി, ഞാൻ ശബ്ദം കേൾക്കുന്നു, എനിക്ക് കാണാൻ TV ഇല്ല എൻ്റെ മുന്നിൽ, ആരാന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ സോറി അരുൺ, ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഞാനൊന്ന് വായിച്ചു തരാം. ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് വേറിട്ട് നിന്നുകൊണ്ട് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാവില്ലെന്നും രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളൊപ്പം അണിനിരന്നുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സുരക്ഷിക്കാനൊക്കൂ എന്നും ശരിയാം വിധം മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയായി ആ തീരുമാനം. ഏത് ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. LDF-നെ പിന്തുണയ്ക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മുഖപ്രസംഗം എഴുതിയ ദേശാഭിമാനി അത് മറന്നുകൊണ്ടാണോ അരുൺകുമാർ ഈ തരത്തിൽ വലിയ ചാരിത്ര പ്രസംഗം നടത്തിയത്? നിങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എത്രയോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ ഒരുമിച്ച് അവരുമായി ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. ഇവിടെ ഇത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഭാസ്കരൻ മാസ്റ്റർ വിജയിപ്പിക്കുക. LDF 6-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഫ്ലെക്സ് ബോർഡിന്റെ ഫോട്ടോയാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇത് ഫ്ലെക്സ് ബോർഡിന്റെ ഫോട്ടോയാണ്. ഒട്ടേറെ ഇതുപോലെയുള്ള ഇവരുടെ പ്രചരണത്തെ LDF-ന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ഇന്നപ്പോഴത്തെ പ്രചരണങ്ങളുടെ ഫോട്ടോ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും, വീഡിയോ കാണിച്ചു തരാൻ സാധിക്കും.
അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള CPM ഇപ്പൊ ഇരുന്ന് വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇരുന്ന് ഇങ്ങനെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും മോശമാണ്, UDF എന്തോ മഹാപാതകം ചെയ്തു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർ ഇന്ന് ഹിന്ദു മഹാസഭയുമായിട്ടും PDPയുമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവം മറച്ചു വയ്ക്കാനുള്ള അടവാണ്. അതൊന്നും നിലമ്പൂർ ചിലവാകാൻ പോകുന്നില്ല. നിങ്ങൾ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഇപ്പൊ വിജയരാഘവനെ നേരിട്ട് പോയി കണ്ടിട്ടാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നത്? ഹിന്ദു മഹാസഭയെ പോലെ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്നൊരു സംഘടന ഉണ്ടോ എന്നറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഘടന ഉള്ളത് കൊണ്ടാണല്ലോ ആ സംഘടനയുടെ നേതാവ് പോയി കണ്ടത്. ആ സംഘടന നേതാവിനെയാണല്ലോ നിങ്ങൾ വെച്ച് സ്വീകരിച്ചത്. അദ്ദേഹം പറയുന്നു ഗോവിന്ദ മാഷുമായി നേരത്തെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള പിന്തുണയാണ്. ആ പിന്തുണ വേണ്ടാന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ആ പിന്തുണയും വാങ്ങി വെച്ചതിന് ശേഷം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർഗീയ വിരുദ്ധ ചാരിത്ര പ്രസംഗം നടത്തരുത് അരുൺകുമാറെ. നിങ്ങളുടെ കൈകളാണ് പാപക്കറയുള്ളത്. നിങ്ങളാണ് എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായിട്ട് ഒത്തുയർന്നു പോയിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ നിലപാടെടുത്തിട്ടുള്ളത് രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കകളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആശങ്കകൾ ദൂരീകരിക്കേണ്ടതുണ്ട്. അവർക്കിപ്പോൾ ബോധ്യമുണ്ട് കേരളത്തിലും രാജ്യത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ BJP ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കൂ. നിങ്ങൾ BJPയുമായി ചേർന്ന് നിൽക്കുകയല്ലേ? നിങ്ങൾ എല്ലാ കാലത്തും ഞാൻ ചോദിക്കട്ടെ, എത്രയോ കാലമായി RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങൾ. അതിലും വലുതൊന്നും അല്ലല്ലോ ഇത്. നിങ്ങൾ RSSുമായി ചേർന്ന് 1967 മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ? 67-ൽ സംയുക്ത വിധാനസഭ ഉണ്ടാക്കി ബീഹാറിലെ ഒരു മന്ത്രിസഭയിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന ആളുകളല്ലേ? ഒരു മന്ത്രിസഭയിൽ ഒരു സംസ്ഥാനത്തല്ല, പല സംസ്ഥാനങ്ങളിൽ സംയുക്ത വിധാനസഭ ഉണ്ടാക്കി ജനസംഘവും RSSും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ചല്ലേ ഭരിച്ചിരുന്നത്? അപ്പൊ നിങ്ങൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത് അടിയന്തരാവസ്ഥക്കാലത്തെ ചരിത്രമല്ല പറയുന്നത്, അതിന് മുമ്പുള്ള കാര്യം പറയുന്നത്. 67 മുതൽ എത്രയോ കാലങ്ങളായി RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് വർഗീയ വിരുദ്ധ പ്രചാരവേല നടത്താൻ കഴിയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ അപ്പോസ്തലന്മാരായി അഭിനയിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ വാസ്തവത്തിൽ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എല്ലാ കടുത്ത വർഗീയ ശക്തികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വിജയം നേടാൻ വേണ്ടി തരാതരം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും UDFനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഇക്കാര്യത്തിൽ ആവശ്യമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് കോൺഗ്രസിന്റെ നിലപാട്, UDFന്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരായി, ഫാസിസത്തിനെതിരായി, അതുപോലെ തന്നെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഉയർത്തുന്ന നരേന്ദ്രമോദി അനുകൂല രാഷ്ട്രീയത്തിനെതിരായി ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകളും സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. അത് ഞങ്ങൾ നിർവഹിക്കുന്നു. ശരി, ഓക്കെ. ഇവിടെ ശ്രീ അരുൺകുമാർ, ഇപ്പോ വെൽഫെയർ പാർട്ടിയുടെ അധ്യക്ഷൻ മലയാളം വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ഞങ്ങൾ CPMനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് UDFനെ പിന്തുണയ്ക്കുന്നത് എന്നാണ്. CPMന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണം, ഇല്ലെങ്കിൽ ബംഗാളിലേതുപോലെ CPM തകരും. CPM തകരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ CPM തോൽക്കണം എന്ന അർത്ഥത്തിൽ അങ്ങനെ സ്വദേശപരമായി അവർ UDFനെ പിന്തുണച്ച് ജയിപ്പിക്കട്ടെ എന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇതിലേക്ക് ഒറ്റ വ്യക്തമാണല്ലോ, നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാതെ തന്നെ ഇപ്പോഴുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാണ്. വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള ന്യൂനപക്ഷ വർഗീയ കക്ഷികൾ മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവർ പറയുന്നു ഞങ്ങളുടെ പിന്തുണ UDFനാണെന്ന്. UDFന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ്, UDFന്റെ ചെയർമാൻ പറയുന്നു ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഇവരെല്ലാം ഞങ്ങളുടെ ഭാഗമാണ്, ഞങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നു. CPMുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇപ്പൊ ഏതോ ഒരു ആദ്യം പറഞ്ഞതുപോലെ ഒരു സഭ, അഖില ഭാരതീയ ഹിന്ദു മഹാസഭ, അതിന്റെ കൃത്യമായിട്ടുള്ള പിന്തുണ LDFനാണെന്ന് അവർ പറയുന്നു. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയും വേണ്ട, ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ കൃത്യമായി വോട്ട് വേണ്ട എന്ന് പറയുന്നു, അത് നിഷേധിക്കുന്നു. മറ്റിടത്തോ അത് തന്നേക്കൂ, ഞങ്ങൾ മേടിച്ചു എന്ന് ഒറ്റക്കെട്ടാണ്, ഇതിനു മുമ്പും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. PDPയുടെ കാര്യത്തിൽ നിലപാടുണ്ടോ? കേട്ടില്ല. PDPയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന നിലപാടുണ്ടോ? മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ പോകുന്നവരാണ്. അല്ല ഒരു ഒറ്റ മിനിറ്റ്. PDP ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ പോകുന്നവരാണെന്നുള്ള അഭിപ്രായം അങ്ങക്കുണ്ടോ? അങ്ങക്കുണ്ടെങ്കിൽ അത് പറ, എന്നാൽ അതിന് ഞാൻ മറുപടി പറയാം. ഇവിടെ കൃത്യമാണ്, വ്യക്തമാണ്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുക ഇവിടെ ദേശാഭിമാനി എഡിറ്റോറിയൽ, മിസ്റ്റർ, ഞാൻ ആ എഡിറ്റോറിയലിലെ വാചകമാണ് അങ്ങ് വായിച്ചത്. അങ്ങ് വായിക്കുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ചില വരികൾ മാത്രമാണ്. അത് ഇത്തരത്തിൽ അഭിപ്രായം പൊതുസമൂഹത്തിലുണ്ട്. ക്രിസ്ത്യൻ സഭയായ CBCA കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ അഭിപ്രായവും അതുപോലെ തന്നെ അന്നത്തെ ഇന്ന സംഘടനകളുടെ അഭിപ്രായം വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആ എഡിറ്റോറിയൽ തന്നെ പറഞ്ഞ വാചകം എന്താ? ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് ആ എഡിറ്റോറിയലിലും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് BJPയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്
86,609 വോട്ട് കൃത്യമായി കോൺഗ്രസ് BJPക്ക് കൊടുത്ത് കെ മുരളീധരനെ തോൽപ്പിച്ചിട്ടല്ലേ ആദ്യമായി ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നത്? നിയമത്ത് എങ്ങനെയാ നിയമസഭയിൽ ഈ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത്? ആ അക്കൗണ്ട് തുറന്നതും 62,000 വോട്ടുണ്ടായിരുന്ന UDFന്റെ വോട്ട് 14,238 വോട്ടായി കുറഞ്ഞപ്പോൾ 4-1 കുറഞ്ഞപ്പോഴാണ് ഇവിടെ BJP അക്കൗണ്ട് തുറന്നത്. മറ്റൊരു ചരിത്രം അറിയോ? ഈ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വെൽഫെയർ പാർട്ടിക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു. ആ സീറ്റ് എങ്ങനെയാ അവർ ജയിച്ചത്? മുനിസിപ്പൽ കൗൺസിലേക്ക് ജയിച്ചത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒപ്പം ഒരു മുന്നണി സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ മത്സരിച്ചിട്ടാണ് കഴിഞ്ഞതിന്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടിയത്. കഴിഞ്ഞ സീറ്റായപ്പോ അത് നഷ്ടപ്പെട്ടു. എന്താ? എവിടെയെല്ലാം കോൺഗ്രസ് ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികൾക്ക് ഒത്താശ ചെയ്തിട്ടുണ്ടോ ആ അവസരങ്ങളിലെല്ലാം വളർന്നു വന്ന മറ്റൊരു വർഗീയ കക്ഷിയാണ് BJP. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷമായിട്ട് ഉയർന്നു വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വോട്ട് കച്ചവടം നടത്തുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇനി നിലനിൽപ്പില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് തേടും, ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് തേടും. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഞങ്ങളെ അങ്ങ് നന്നാക്കി കളയാൻ ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികൾ എത്ര ശ്രമിച്ചാലും നന്നാവില്ല, ശരിയാവില്ല. കാരണം 225ഓളം പ്രിയപ്പെട്ട സഖാക്കളെ ഈ ഭൂരിപക്ഷ വർഗീയ കക്ഷികളുടെ ഭാഗമായി നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഈ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടും എത്രയോ പ്രിയപ്പെട്ട സഖാക്കളെ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് സഖാക്കളെ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞപ്പോ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ തിരുവനന്തപുരത്ത് ലോ കോളേജിന്റെ ചെയർമാൻ ആയിരുന്ന ഒരു സക്കീർ ഉണ്ട്. SFI ഉണ്ടായിരുന്നല്ലോ അരുൺ. SFI നേതാവായിരുന്ന സക്കീറിനെ വിറകുകൊള്ളി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് PDP എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് PDP കുഴപ്പമില്ല, BDPക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കാന്നാണ് അങ്ങ് പറയുന്നത്. ഇപ്പോൾ സഖാക്കളെ നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ എല്ലാ കാര്യവും പറയണം. അല്ല, എല്ലാ കാര്യവും പറയും, കൃത്യമായിട്ട് പറയും. ഇവിടെ കൃത്യമായി ഓരോ ഇൻസിഡന്റും അതാത് രീതിയിൽ തന്നെ നിർവചിച്ച് പോയ പ്രസ്ഥാനം തന്നെയാണ്. ഓരോ സാഹചര്യത്തും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചല്ലോ, കണക്കുകൾ നിരത്തി പറഞ്ഞല്ലോ. അവസാനത്തെ 4 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ 3-1 സീറ്റേ, 4 തെരഞ്ഞെടുപ്പിലും 3 തെരഞ്ഞെടുപ്പിലും CPMന്റെ 3-1 സീറ്റേ കോൺഗ്രസിനുള്ളൂ. എങ്ങനെയെങ്കിലും ഈ നില മെച്ചപ്പെടുത്തണമെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ കച്ചവടം നടത്തണം, വോട്ട് തേടണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പിന്തുണ കൊടുക്കുന്നു, പിന്തുണ വാങ്ങിക്കുന്നു, എന്നിട്ട് പിന്തുണയാണ് എന്ന് കൃത്യമായി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ മറുപടി പറയും. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഇതിന് നിശ്ചിതമായി ഇപ്പൊ സുന്നി സംഘടനകൾ അടക്കം ഇതിൽ കൃത്യമായിട്ട് അഭിപ്രായവുമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സുന്നി യുവജന സംഘം ഒക്കെ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ലീഗ് എന്തേ അഭിപ്രായം പറയാത്തത്? ഈ ചർച്ചയിൽ ഒരു ലീഗ് പ്രതിനിധിയെയും വിളിക്കണമായിരുന്നു, അവരും അഭിപ്രായം പറയട്ടെ. ഇത്തരത്തിൽ മതരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി നിൽക്കുന്നവർ അവർ കൃത്യമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രചാരണം കിട്ടുന്ന തരത്തിൽ അവരെ പൊലിപ്പിച്ച് കാണിക്കുകയാണോ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ചെയ്യേണ്ടത്? ഇത് തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയും, ഇന്നും നാളെയും അല്ലെങ്കിൽ 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കഴിയും. പക്ഷേ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആ വിള്ളൽ നികത്താൻ കോൺഗ്രസിന് ഒരിക്കലും കഴിയാത്ത തരത്തിലേക്ക് ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റുകയാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അതിന് കനത്ത വില കോൺഗ്രസിന് നൽകേണ്ടി വരും. ശരി, എന്തായാലും ഇപ്പോ അരുൺ സൂചിപ്പിച്ച ലേഖനത്തിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പയറ്റുന്ന UDFന് എങ്ങനെയാണ് സംഘപരിവാർ ആശയങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ സാധിക്കുക എന്ന ചോദ്യം അതിനാലാണ് ഈ സമയത്ത് പ്രസക്തമാകുന്നത്. മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിക്കുമ്പോഴാണ് അവരുടെ സാമന്തന്മാരായ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ കോൺഗ്രസ് താലമേന്തി സ്വീകരിക്കുന്നതെന്ന് SSFന്റെ മുഖമാസികയായ റിസാല പറയുന്നു. അതായത് മുസ്ലിം ജനസമൂഹത്തിലെ രണ്ടാമത്തെ വലിയ സോഷ്യൽ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ സംഘടിത ശക്തിയെന്നോ പറയാവുന്ന കാന്തപുരം വിഭാഗം ഇങ്ങനെ ഒരു വളരെ ഖണ്ഡിതമായ നിലപാടെടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം എപ്പോഴും ഗുണകരം മാത്രമായിരിക്കുമോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPMന് കിട്ടിയ 4 സീറ്റിൽ 3-ലും അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. അവരുടെ രാജസ്ഥാനിലെ MP അസ്മാ റാം രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമ്രാറാം ആ സിക്കർ മണ്ഡലത്തിലെ MP. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി അമീറിനോട് തെരഞ്ഞെടുപ്പിന് ശേഷം നന്ദി പറയുന്ന ചിത്രം. ആ ഓഫീസിൽ പോയി അവര് തമ്മിൽ വലിയ സഹകരണമാണ് അവിടെ. അത് മാത്രമല്ല അഭിലാഷേ, ഞാൻ ഇപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് അരുണ, ഞാൻ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയോടാണ് കാശ്മീരിൽ മത്സരിച്ച് ജയിച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ അരുണെ. കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്. അത് അത് മനസ്സിലാക്ക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ,
ജമാഅത്തെ ഇസ്ലാമിയുടെ 96-ൽ നിങ്ങൾ ഈ പിന്തുണ വേണ്ട എന്ന് എന്തേ പറയാതിരുന്നത്? ആ പിന്തുണ നിങ്ങൾ സ്വാഗതം ചെയ്തു, ആ പിന്തുണ നിങ്ങൾ വാങ്ങി. ആ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലെന്നേ, 2011 ഉൾപ്പെടെയുള്ള നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചവരല്ലേ? എന്തേ നിങ്ങൾ വേണ്ട എന്ന് പറയായിരുന്നത്? അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ മതരാഷ്ട്ര, നിങ്ങൾ ആരോപിക്കുന്ന മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നില്ലേ? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണ വാങ്ങിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. രാജസ്ഥാനിൽ നിങ്ങൾ പിന്തുണ വാങ്ങിച്ചു. രാജസ്ഥാനിൽ പിന്തുണ വാങ്ങിക്കുകയും നിങ്ങളുടെ സ്ഥാനാർത്ഥി MP നേരിട്ട് പോയി നന്ദി പറയുകയും ചെയ്തു. അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടെന്നേ. നിങ്ങൾ എന്തിനാണ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അരുണയെ എല്ലാം മറച്ചു വരുന്ന 4 ദിവസം പല ചിത്രങ്ങളും അതിനുള്ള അജണ്ട നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യമല്ലേ? നിങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുള്ളത് സത്യമല്ലേ? വെൽഫെയർ പാർട്ടി നിങ്ങൾ സഖ്യമായിരുന്നു സത്യമല്ലേ? സത്യം എങ്ങനെ മറച്ചു വെക്കാൻ സാധിക്കും? ഇതിന്റെ എങ്ങനെയാ പച്ച കള്ളം പറയാൻ ശരി, അല്ല, അത് നമുക്ക് അടുത്ത റൗണ്ടിൽ ആ ചർച്ച വരാം. പക്ഷെ എന്തായാലും കോൺഗ്രസ് എങ്കിലും ചോദിക്കണ്ടായിരുന്നു, എന്തിനാണിപ്പോ കാശ്മീരിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തും 2 ജമാഅത്തെ ഇസ്ലാമി, ഒറ്റ ജമാഅത്തെ ഇസ്ലാമി പോരെ എന്ന് ചോദിക്കല്ലേ അവിടെ കുറച്ചുകൂടി ഭദ്രമായിട്ടുള്ള കാര്യം. പക്ഷെ ശങ്കുട്ടി ദാസ്, ഇവിടെ ഇപ്പോ CPM സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മുൻനിർത്തി രാഷ്ട്രീയം പറ്റിയാൽ നിലമ്പൂർ ജയിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഏതൊക്കെ സംഘടനകൾ പിന്തുണയ്ക്കുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ പരാമർശം അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനിൽ നിന്നുണ്ടാവുന്നത്. അന്നും ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി CPM യുദ്ധം സാമൂഹ്യ മാധ്യമങ്ങളിലും പാർട്ടി മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിൽ കൂലങ്കുഷമായി നടന്നു. അതിന്റെ ഗുണഭോക്താവായത് ആത്യന്തികമായി ഇടതുമുന്നണിയാണ്. നിങ്ങളുടെ വോട്ട് ഷെയർ ചില ജില്ലകളിൽ 10% താഴെ പോയി. വളരെ ഉയർന്ന വോട്ട് ഷെയർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനു ശേഷം എന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോൾ ഞങ്ങളുടെ വോട്ട് ഷെയർ 20-ലേക്കൊക്കെ എത്തുകയാണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കോൺടാക്സിൽ പറഞ്ഞെടുത്തതെന്ന് ഈ ഒരു നറേറ്റീവാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് 2021-ലേതിന് സമാനമായ വിധത്തിലുള്ള ഒരു പര്യവസാനത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്ക സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നാൻ കേട്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. നോക്കൂ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നത് ഇലക്ട്രലായിട്ട് CPM പ്രോസ്പെക്ട്സ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ള സത്യമാണ്. അതേസമയം ഇപ്പോൾ ഈ ഡെസ്പറേഷൻ കാരണം PDP പോലെയുള്ള സംഘടനകളിൽ നിന്നും ഈ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പോലെയുള്ള സംഘടനകളിൽ നിന്നുമൊക്കെ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറാവുന്നതിലൂടെ അവരുടെ ആദർശപരമായിട്ടുള്ള ഈ നിലപാടിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആ പറയുന്ന ഗുഡ് വില്ല് അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. ഈ ചർച്ചയിൽ ഇപ്പോൾ നോക്കൂ, പലതവണ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ഏതാണ് സംഘടന, അങ്ങനെ ഒരു സംഘടനയെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ശ്രീ അരുൺകുമാർ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഒരു ഹിസ്റ്ററിക്കൽ ട്രിവ്യ പറയുകയാണ്. 1948 ജനുവരി 30 ഈ വിനായക ദാമോദർ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, അതായത് ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. 1948 മഹാത്മാഗാന്ധിയുടെ വധം ഉണ്ടാവുന്ന സമയത്ത്, ഗോഡ്സെ വധം ഉണ്ടാവുന്ന സമയത്ത്, ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. 1948 ഗാന്ധി വധം ഉണ്ടാവുന്ന സമയത്ത് ഗോഡ്സെ പ്രവർത്തിച്ചു. അതെ, നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ 2 തവണ പിന്തുണച്ചിട്ടുള്ള ആൾക്കാർ CPM ആണ്. അതായത് ഗോഡ്സെ ഗാന്ധി വധം നടത്തുന്ന സമയത്ത് അയാൾ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ, ഞാൻ ഒന്ന് മുഴുവൻ പറയട്ടെ, അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി 1963-ലും 67-ലും വെസ്റ്റ് ബംഗാളിലെ ബുർദ്വാൻ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ CPIM പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തെയാണ് CPM 2004 മുതൽ 2008 വരെ ഇന്ത്യയുടെ സ്പീക്കറാക്കിയത്. 1948 നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെക്കുകയും ഹിന്ദു മഹാസഭയെ തള്ളിപ്പറയുകയും 2 പതിറ്റാണ്ടോളം ഹിന്ദു മഹാസഭ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം 63-ൽ ബർദ്ധമാനിൽ നിന്ന് മത്സരിക്കുന്നത്. ഇടതുമുന്നണിയുടെ പിന്തുണ ഉണ്ടായി. അദ്ദേഹം CPM ചേർന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ സോമനാഥ് ചാറ്റർജി CPM MP ആയി, പിന്നീട് ലോക്സഭാ സ്പീക്കറായി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിഷ്കരുണം തള്ളിക്കളയുകയും അതിനെതിരെ നിശിതമായ നിലപാടെടുക്കുകയും ചെയ്ത് 1.5 പതിറ്റാണ്ടിന് ശേഷം പിന്തുണയോടുകൂടി മത്സരിച്ചാൽ ഇപ്പം എന്താ കുഴപ്പം? അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അങ്ങ് പറഞ്ഞത് ചരിത്രപരമായി തെറ്റാണ്. 1948 ഹിന്ദു മഹാസഭയിൽ നിന്ന് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി രാജിവെക്കുന്നില്ല. തന്നെയുമല്ല, 1952 ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി മത്സരിക്കുന്നുണ്ട്. അന്ന് ഹിന്ദു മഹാസഭയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട്. 1957 മാത്രമാണ് ഇദ്ദേഹം ഹിന്ദു മഹാസഭയിൽ നിന്ന് പുറത്തുപോയിട്ട് സ്വതന്ത്ര പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്. പിന്നീട് 63-ലെ ബൈ ഇലക്ഷനിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. ഗാന്ധിവധം നടന്ന സമയത്ത് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനാണ്. അതിനെ തുടർന്നും അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനാണ്. അതിനുശേഷം നടന്നിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഹിന്ദു മഹാസഭയാണ് CPM പിന്തുണച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് അങ്ങേര് മത്സരിക്കുന്നത്. എപ്പോഴാണ് ഹിന്ദു മഹാസഭ ഡിസോൾവ് ചെയ്തത്? പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസഭയെ നിരോധിക്കാഞ്ഞത്? 1952-ലാണല്ലോ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്.
1952 പൊതു തെരഞ്ഞെടുപ്പിൽ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്? ഏത് സംഘടനയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്? ശരി, താങ്കൾ തന്നെ പറഞ്ഞില്ലേ 56-ൽ അങ്ങേര് ഹിന്ദു മഹാസഭ വിട്ടാലും പിന്നെ 63-ലാണല്ലോ ബർദ്ധമാനിൽ മത്സരിക്കുന്നത്. 10 വർഷത്തെ സമയമുണ്ട്, അതുപോലെ. അല്ല ശരി, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇവർക്ക് അഖില ഭാരതീയ ഹിന്ദു മഹാസഭയെ അറിയാത്ത ആളുകളല്ല. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുമായിട്ട് പണ്ടേ പരിചയമുള്ള, അവരുടെ നേതാക്കന്മാരെ പിന്തുണച്ച പരിചയമുള്ള ആളുകളാണെന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമി കശ്മീരിലുള്ള ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലുള്ള ജമാഅത്തെ ഇസ്ലാമി രണ്ടാന്ന് പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യ വിഭജനം ഉണ്ടായ സമയത്ത് ഇന്ത്യയിലൊരു ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനിലൊരു ജമാഅത്തെ ഇസ്ലാമിയും കശ്മീരിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമി കശ്മീർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവാത്തത് കൊണ്ടാണ്. അവർ കശ്മീർ ഒരു പ്രത്യേക പ്രദേശമാണ്, അത് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ ഭാഗമല്ല, അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ഇപ്പൊ കശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഇല്ല. 2019 ഈ പറയുന്ന ഈ കശ്മീർ കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞോട് കൂടിയിട്ട്, ആർട്ടിക്കിൾ 360 എടുത്ത് കളഞ്ഞോട് കൂടിയിട്ട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ബാൻഡ് ആവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പൊതുവെ പറയാറുണ്ട്, ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ്, ഒന്ന് ഹസൻ അൽ ബന്നയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഈജിപ്തിലുള്ള മുസ്ലിം ബ്രദർഹുഡ്, പിന്നൊന്ന് റാഷിദ് റിദയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള സലഫി മൂവ്മെന്റ്, അതേപോലെയാണ് മൗലാന മൗദൂദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൂവ്മെന്റ്. ഒരു ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റിനെ, ഒരു പാൻ ഇസ്ലാമിക് ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അത് പിന്നീട് ഓരോ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയം കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെ വിധേയരായിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രേരകമായിട്ടുള്ള ആശയം അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹുക്കുമത്ത് ഇല്ലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യസ്ഥാപനം തന്നെയാണ്. ശരി, ആയിക്കോട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് ശ്രീ ശങ്കു 1975-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് വെൽഫെയർ പാർട്ടിയിലെ ജമാഅത്തെ ഇസ്ലാമിയും RSSകാരും മറ്റ് ആളുകളും ഒക്കെ ഒരുമിച്ചായിരുന്നു ജയിലിൽ കിടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാലത്തെ ഓർമ്മകൾ പിന്നീട് എഴുതുമ്പോൾ പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നോമ്പുകാലത്ത് ബിരിയാണി വെച്ച് കൊടുത്ത ഒരു കഥയൊക്കെ എഴുതുന്നുണ്ട്. നിങ്ങളുമായിട്ട് RSSുമായിട്ട് 1970-കൾ മുതൽ ഡയലോഗ് നടത്തുന്ന ഡയലോഗ് നടത്തുന്ന ഒരു വിഭാഗമാണ്. ഏറ്റവും ഒടുവിൽ 2024-ലാണ് ഇന്ദ്രേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും അതുപോലെ തന്നെ ഇന്ദ്രേഷ് കുമാറും ഒക്കെ ഡയലോഗ് നടത്തുന്നത്. നിങ്ങൾ ഡയലോഗ് നടത്തുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. നോക്കൂ, ജയിലിൽ കിടക്കുന്ന ആൾക്ക് ചോയ്സ് ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ ജയിലിൽ എൻ്റെ സെല്ലിൽ ഇന്ന രാഷ്ട്രീയക്കാരൻ മാത്രമേ കിടക്കാൻ പാടുള്ളൂ എന്ന്. അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്തായിരുന്നു? അന്ന് ജനാധിപത്യം ഇന്ത്യയിൽ തുടരണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇന്ത്യ വേഴ്സസ് ഇന്ദിര എന്ന് പറയുന്ന ഒരു സമരമാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ താഴെ ഇറക്കാനും ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും വേണ്ടി ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അതിൽ അവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസിനെ പറ്റിയിട്ടുള്ള ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ജനസംഘമുണ്ട്, അന്ന് CPM ഉണ്ട്, അന്ന് CPI ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം, സ്വതന്ത്ര പാർട്ടി ഉണ്ട്, ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് ഉണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചിട്ടാണ് ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ആശയപരമായിട്ടുള്ള ഐക്യദാർഢ്യം ഉണ്ടാക്കിയിട്ടോ, എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അലയൻസ് ഉണ്ടാക്കിയിട്ടോ, ഒരു കോമൺ മിനിമം പ്രോഗ്രാം രൂപീകരിച്ചിട്ടോ നാളെ ഇത്തരത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചോളാം എന്നുള്ള വാഗ്ദാനത്തിന്റെ മുകളിലൊന്നുമല്ല. അവിടെ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇന്ദിരാഗാന്ധിയുടെ ഈ മർദ്ദക ഭരണകൂടത്തെ താഴെ ഇറക്കിക്കൊണ്ട് നിരവധി പരിവാറുകളിൽ. ശരി, ഷാരുൺ പറയും. യെസ്, ഞാൻ അങ്ങേക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഏറ്റവും പെട്ടെന്ന് വന്ന വാർത്തയാണ്. ആ വാർത്തയിൽ ഈ ഹിന്ദു മഹാസഭയുടെ യഥാർത്ഥ പ്രസിഡന്റ് സ്വാമി ഭദ്രാനന്ദ എന്ന് പറയുന്ന ഒരാൾ ക്ലെയിം ചെയ്തിരിക്കുന്നതാണ്. ഹിന്ദു മഹാസഭ LDFനെ പിന്തുണയ്ക്കുന്നു എന്ന് വ്യാജമാണ്, ഞാനാണ് യഥാർത്ഥ ഹിന്ദു മഹാസഭ പ്രസിഡന്റ്. ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ വ്യാജന്മാരും കുമ്പിടികളൊക്കെ രംഗത്തുണ്ട്. അതുകൊണ്ട് വരുന്ന 4 ദിവസം ഇത്തരത്തിലുള്ള പല നാടകങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ആരാണ് യഥാർത്ഥം? ഞങ്ങൾ പറയുന്നു ഇവരുടെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയാലും വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട, അത്രേ ഉള്ളൂ. യഥാർത്ഥ ഹിന്ദു മഹാസഭ ഏതാണെന്ന് ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. എന്തായാലും സ്വാമി സ്വരൂപ, എന്തായാലും സ്വാമി ദത്താത്രേയ ഏതായാലും വേണ്ട, ഏതായാലും വേണ്ട. അല്ല, ഏത് ഭദ്രാനന്ദി ആയാലും വേണ്ട. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, അത്രേ ഉള്ളൂ.
മറ്റൊരു സ്വീകരിച്ച് ആനയിച്ച് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നു. അല്ല ആയിക്കോട്ടെ, അപ്പോഴും എന്റെ ഒരു സംശയം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഓറഞ്ച് കുപ്പായം ഇട്ട് തലക്കെട്ടൊക്കെ കെട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന ഉടനെ സെൽഫി എടുക്കാൻ എ വിജയരാഘവൻ നിന്നു കൊടുക്കണോന്ന് അവിടെ പോകുമ്പോൾ ചോദിക്കുവാരുണേ. അല്ല എല്ലാ ഓറഞ്ച് ഇട്ട് എല്ലാ കാവി ഉടുത്തവരൊന്നും RSSഉം സംഘപരിവാറൊന്നും അല്ല. ഹിന്ദു മതവിശ്വാസികളിൽ പലരും ഇതൊക്കെ ധരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പലരും വരും, പത്രം വായിക്കും, തിരിച്ചു പോകും, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരുടെ പിന്തുണ വേണ്ട, മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന ആരായാലും വേണ്ട. ഇതിൽ കൂടുതൽ എന്താ ക്ലാരിഫിക്കേഷൻ? ശരി. സജീദ് ഖാലിദ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് SDPI ആണ്. അത് CPM-കാരൊക്കെ വലിയ വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ നിലമ്പൂരിൽ SDPI മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് പ്രകടനം നടത്താനുള്ള ചാൻസ് ഇല്ല. നിലമ്പൂരിൽ ആദ്യം പ്രകടനം നടത്താനുള്ള ചാൻസ് നിങ്ങൾക്കായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ന് പിന്തുണച്ചല്ലോ. ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം വെച്ചിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രകടനം നടത്തുക ഒന്നുമല്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഞാൻ അഭിലാഷിന് ഒരു ഫേസ്ബുക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് അത് CPM-ന്റെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗം, പശ്ചിമ ബംഗാൾ മുൻ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ അദ്ദേഹം വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള വ്യത്യസ്ത പാർട്ടികളുമായി നടത്തിയിട്ടുള്ള ഒരു സംയുക്ത റാലിയുടെ പൗരത്വ പ്രക്ഷോഭത്തിൻ്റെയാണ് ഒരു വീഡിയോയാണ്. അദ്ദേഹത്തിൻ്റെ വാളിൽ ഇപ്പോഴുള്ള നിലവിൽ ഉള്ള ഒരു ലിങ്കാണ്. വേണമെങ്കിൽ ഇനിയും അയച്ചു തരാം അത്തരത്തിലുള്ള ലിങ്ക്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഇപ്പോഴത്തെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വാസുകി, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബൃന്ദ കാരാട്ടും അന്നത്തെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സിക്കന്ദറും ഒന്നിച്ച് വേദി പങ്കിട്ട ചിത്രമോ വീഡിയോ അയച്ചു തരാം. അത്തരത്തിൽ നിരവധിയുണ്ട്. കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല CPM-ഉം വെൽഫെയർ പാർട്ടിയും. അതുകൊണ്ട് CPM പ്രതിനിധി ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയൊക്കെ പഠിപ്പിക്കണം. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുർഷിദാബാദിൽ ആരായിരുന്നു? കേരളത്തിന് പുറത്ത് വെൽഫെയർ പാർട്ടിയും CPM-ഉം സഹകരിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് കോൺഗ്രസും CPM-ഉം സഹകരിക്കുന്നുണ്ട്. പിന്നെയാണോ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അവരെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. പിന്നെ നിങ്ങൾ നല്ലവരാണെന്ന് അവർ പറയണോ? കോൺഗ്രസും CPM-ഉം തമ്മിൽ ഉള്ള ബന്ധം എന്നത് രാഷ്ട്രീയമായി നമുക്കറിയാം. കേരളത്തിൽ 2 മതേതര പാർട്ടികളാണ് കോൺഗ്രസും CPM-ഉം എന്ന് പറയുന്നത്. ഇവർ തമ്മിലാണ് മത്സരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത്തരത്തിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ പറയുന്ന ന്യായമല്ലല്ലോ അതിൽ പറയുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് ഇവരെന്താ ന്യായം പറയുന്നത്? വർഗീയവാദികളാണ്, ഭീകരവാദികളാണെന്നാണല്ലോ. വർഗീയവാദിയും കോൺഗ്രസിനെ കുറിച്ച് അത് പറയില്ലല്ലോ. അത് ഒരു വേറെ പൊളിറ്റിക്കൽ പ്രശ്നം മാത്രമാണല്ലോ. കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത്. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ മത്സരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മത്സരിക്കാനുള്ള ശേഷി CPM-നില്ല, ചിലയിടത്ത് കോൺഗ്രസിനുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ആണ് അവർ കോൺഗ്രസും CPM-ഉം ഒന്നായിട്ട് നിൽക്കുന്നത്. വെൽഫെയർ പാർട്ടിയെ പറ്റി ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, CPM നേതാവ് പറഞ്ഞ അങ്ങനെയല്ലല്ലോ. വെൽഫെയർ പാർട്ടി എന്തോ ഭീകരകക്ഷിയാണ്, വർഗീയ കക്ഷിയാണെന്നല്ലേ. ഈ വെൽഫെയർ പാർട്ടി ഭീകരകക്ഷിയാണ്, വർഗീയ കക്ഷിയാണെന്ന് അവർ ആദ്യം അവരുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ പഠിപ്പിക്കട്ടെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പഠിപ്പിക്കട്ടെ, മുഹമ്മദ് സലീമിനെ പഠിപ്പിക്കട്ടെ, പഠിപ്പിക്കട്ടെ, വാസുകിയെ പഠിപ്പിക്കട്ടെ. പിണറായി വിജയന്റെ അവരെ പഠിപ്പിച്ചിട്ട് വാ. അല്ല, ഇത് പിണറായി വിജയന്റെ ലേഖനം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പഠിപ്പിക്കൂ. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പഠിപ്പിക്കൂ, വാസുകിയെ പഠിപ്പിക്കൂ, മുഹമ്മദ് സലീമിനെ പഠിപ്പിക്കൂ. സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ കൃത്യമായിട്ട് അല്ല. അതെ, കലാപഭൂമിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊടുക്കുന്ന ഏത് ശക്തിയെയും കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. പിണറായി സഖാവ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വലിച്ചു കീറുക എന്ന ദൗത്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPM-നുണ്ട് എന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പഠിപ്പിക്കാനൊന്നും നിങ്ങളായിട്ടില്ല. കൃത്യമായ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കോൺഗ്രസും UDF ആയിട്ടുള്ള കൂട്ടുകെട്ട് വലിപ്പിക്കാൻ നോക്ക്. ഓഫീസിൽ പോയത് ആരുടെ മുഖം മൂടി വലിച്ചേറാനാണ്? നിങ്ങൾ ആ കൂട്ടുകെട്ട് പരിപോഷിപ്പിക്കാൻ നോക്ക്. എന്തുകൊണ്ടാണ്? ശരി, എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു മഹാസഭയും ഒക്കെ എത്തിയിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾ എന്താ പെട്ടെന്ന്
ആ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങൾക്ക് ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടെന്നാ പറഞ്ഞത്. ജനങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ. എല്ലാ വിഷയങ്ങളും ചർച്ചയാവട്ടെ. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ അരുൺ, ശ്രീ ശങ്കുട്ടിദാസ്, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ സജീദ് ഖാലിദ്. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.